ഇപ്പോൾ സാൻഡ്രയുടെ ഏറ്റവും പുതിയ സിനിമ ലിറ്റിൽ ഹേർട്സ് എന്ന് പറയുമ്പം അതിനകത്ത് ശരിക്കും പറഞ്ഞ സാൻഡ്ര ഈ സിനിമ എടുത്തു ഇതിൻ്റെ പോസ്റ്റേഴ്സ് വിടുമ്പോൾ എല്ലാവർക്കും ഉണ്ടായിരുന്ന ഒരു ടെൻഷനാണ് എല്ലാവരും കൂടെ ഒരുമിച്ചുണ്ടല്ലോ എന്ന്. അതായത് ഇൻഡസ്ട്രിയിൽ ഇപ്പം ഇല്ല എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വള്ളിക്കിട്ടും. ഞാനത് എങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇവരെ ഇരുത്തി തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം എല്ലാവരും പറയുന്നു ഇപ്പം ഇതിന് മുന്നേയുള്ള RDX ഒക്കെ ആണെങ്കിലും ഷെയിൻ്റെ ഇഷ്യൂസ് വരുന്നു, ഷൈൻ ടോം ചാക്കോയെ ഹാൻഡിൽ ചെയ്യാൻ പാടാണോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ വന്നിട്ടും സിനിമയിൽ അല്ലേ സാന്ദ്ര മാത്രമാണ് പറഞ്ഞത് എനിക്കതൊരു പ്രശ്നമേ അല്ലായിരുന്നുള്ളത്. എങ്ങനെയായിരുന്നു ഇവരൊക്കെ കൂടെയുള്ള ആ ഒരു ലൊക്കേഷൻ എങ്ങനെയായിരുന്നു? ആക്ച്വലി ഫണ്ണായിരുന്നു, ഭയങ്കര ഫണ്ണായിരുന്നു. എനിക്ക് ആർട്ടിസ്റ്റിനെ കൊണ്ട് ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഇതുവരേക്കും ഇപ്പൊ സിനിമ റിലീസായി ഇത്രയും ദിവസമായല്ലോ, ഇതുവരേക്കും എൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുക എന്ന് പറയില്ലേ, അതേപോലെ ഞങ്ങൾ എന്താ ചെയ്യേണ്ട, എവിടെ വരണം, എങ്ങോട്ട് പോകണം, എങ്ങനെ സാധാരണ നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവാറില്ല. ഇത് എല്ലാ ആർട്ടിസ്റ്റും ത്രൂ ഔട്ട്, എൻ്റെ മാത്രം സിനിമയല്ല ഈ ലിറ്റിൽ ഹാർട്സ് എന്ന് പറയുന്നത്, എല്ലാവരുടെയും കൂടെ സിനിമയാണ്. അത് എനിക്കിപ്പോൾ അഭിമാനത്തോടെ പറയാൻ പറ്റും. മറ്റുള്ള സിനിമകൾ അങ്ങനെയല്ല, പടം ഇറങ്ങുന്നോടം വരെ ഉള്ളൂ എല്ലാവരും, അല്ലെങ്കിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ അവരവരുടെ കാര്യം നോക്കി പോയി, അല്ലെങ്കിൽ അവരുടെ പാർട്ട് കഴിഞ്ഞാൽ അവരുടെ ഇത് കഴിഞ്ഞു. സിനിമ റിലീസായ പിന്നെ പ്രൊഡ്യൂസർ മാത്രമേ ഉള്ളൂ, പടം വിജയിച്ചാൽ മാത്രം എല്ലാവരും കൂടെ വരും, അല്ലെങ്കിൽ പ്രൊഡ്യൂസർ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അപ്പൊ ഈ പടത്തിൽ അങ്ങനെ അല്ല. എനിക്ക് ഈ പടത്തിൽ ഇതുവരേക്കും എൻ്റെ കൂടെ ഇപ്പൊ ഇതിനകത്ത് ചെറിയ ചെറിയ റോള് ചെയ്ത ആർട്ടിസ്റ്റ് വരെയും എല്ലാവരും കൂടെ ഉണ്ടെന്നുള്ളത്. ഇപ്പൊ ഞാൻ ഈ ഇന്റർവ്യൂവിന് കയറുന്നതിന് തൊട്ട് മുമ്പ് വരെയും നമ്മുടെ ഗ്രൂപ്പിനകത്ത് രഞ്ജി പണിക്കർ സാറാണെങ്കിലും പൊന്നമാൻഡി ആണെങ്കിലും തെസ്നി ചേച്ചി ആണെങ്കിലും എല്ലാവരും, ഷെയ്ൻ, മഹിമ, ഷൈൻ, ബാബുച്ചേട്ടൻ, എല്ലാവരും ഭയങ്കര ഡിസ്കഷനാണ്. എല്ലാവരും അങ്ങനെ നമുക്ക് എന്താ ചെയ്യേണ്ടത് നെക്സ്റ്റ്. ഇപ്പൊ നമ്മൾ നാളെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു പോസ്റ്റർ ഒട്ടിക്കാൻ ഇറങ്ങാം ഈ എന്നൊരു പരിപാടിയൊക്കെ പ്ലാൻ ചെയ്യുന്നു. എല്ലാവരും കൂടെ ഒരുമിച്ചാണ് ഈ കാര്യത്തിൽ. ലിറ്റിൽ ഹാർട്സ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാവരും എനിക്ക് എൻ്റെ ഇത്രയും നാളത്തെ സിനിമാ ജീവിതത്തിൽ എനിക്ക് ആദ്യത്തെ അനുഭവമാണ് ഇത്രയും ആർട്ടിസ്റ്റ് സഹകരിച്ച് എല്ലാവരും കൂടെ നിൽക്കുന്നത്. അത് എനിക്കൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് തോന്നിയത് ഈ സിനിമയുടെ കാര്യത്തിൽ. അത് ഫസ്റ്റ് ഡേ തന്നെ ഷൈൻ ടോം ചാക്കോ സെറ്റിൽ വന്നപ്പം ഷൈൻ വരുമ്പോ എല്ലാവർക്കും ടെൻഷനായിരുന്നു. പലരും പറഞ്ഞു പേടിപ്പിക്കുകയും ചെയ്തിരുന്നു. സാന്ദ്രയ്ക്ക് ടെൻഷൻ ഉണ്ടായിരുന്നോ? എനിക്കത് തോന്നിയില്ല, എനിക്ക് അങ്ങനെ വലിയ ടെൻഷൻ തോന്നിയില്ല. അതിന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഷൈൻ്റെ ഫാദറുമായിട്ടാണ് ഡീൽ ചെയ്തിരുന്നത്. അപ്പൊ എല്ലാം ഷൈൻ്റെ ഡാഡിയാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഒരു വളരെ കൃത്യമായിട്ട് ഇന്ന ദിവസങ്ങൾ എന്നൊക്കെ പറഞ്ഞ് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഒരു അച്ഛൻ അത് ഏറ്റെടുക്കണം എന്നുണ്ടെങ്കിൽ അവർക്കത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ എടുക്കുള്ളൂ. ബാക്കി എല്ലാവർക്കും വേണം എന്തേലും പറഞ്ഞൊക്കെ ഒഴിയാം. ഷെയ്ന്റെ അമ്മയുടെ കാര്യത്തിലും അത് തന്നെയാണ്. അപ്പൊ ആന്റിയാണ് എല്ലാം ചെയ്യുന്നത്. പേരൻസ് ഈ ആർട്ടിസ്റ്റിന്റെ ഡേറ്റ്സും കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഗുണം എന്താന്ന് വെച്ചാല്, ഒരിക്കലും അവര് പറഞ്ഞ ഡേറ്റ് തെറ്റിക്കില്ല, പറഞ്ഞ ടൈം തെറ്റിക്കില്ല, ഇതൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ കറക്റ്റ് ആയിരിക്കും. ഒന്നുമില്ലല്ലോ ഇറങ്ങി പോടാ ചെല്ലു എന്ന് പറഞ്ഞിട്ട് ഇവര് വിടും. ബാക്കിയുള്ളവർക്ക് അത് പറയാൻ പറ്റില്ല. ഒരു മാനേജർക്കോ അല്ലെങ്കിൽ വേറെ ആർക്കോ അത് പറയാൻ പറ്റില്ല. ഒന്ന് ചെല്ലാവോ എന്ന് അവർ ഇരിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ വ്യത്യാസമുണ്ട് ഒരു പേരന്റ് അത് പറയുമ്പോ എന്നാണ് എനിക്ക് തോന്നിയൊരു കാര്യം കേട്ടോ ഞാൻ പറയണേ. എനിക്ക് എൻ്റെ ഈ 2 സിനിമയിലും 2 ആക്ടേഴ്സിന്റെ പേരൻസ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഒന്ന് ഷൈൻ ടോം ചാക്കോയുടെ ഡാഡിയും മമ്മിയും, പിന്നെ ഷെയ്ന്റെ ഉമ്മ. അപ്പൊ എനിക്ക് ഭയങ്കര ഈസിയുമായിരുന്നു ഡീൽ ചെയ്യാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ഭയങ്കര നമ്മൾ ആർട്ടിസ്റ്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലും ഈസി ആയിട്ട് എനിക്ക് ഈ അങ്കിളിനോടും ആന്റിനോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരുന്നു. നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവും, അവർക്ക് സിറ്റുവേഷൻ പറഞ്ഞാൽ മനസ്സിലായി. ഇപ്പൊ ഇന്നലെ പോലും ഇപ്പൊ ഷൈൻ ഇന്നിപ്പോ പ്രൊമോഷൻ ഇവിടെ വന്നതെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം ഷൈൻ അവിടെ പഞ്ചാബി ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങളെ വന്നേ പറ്റുള്ളൂ, എന്തെങ്കിലും രീതിയിൽ നമുക്ക് പടം കയറി, പുതിയ പല പടങ്ങളും ഈ ആഴ്ച ഇറങ്ങുവാണല്ലോ, അപ്പൊ വരണം, പ്രൊമോഷൻ എന്തെങ്കിലും നമുക്ക് ചെയ്യണം, ഷൈൻ വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോ അങ്കിൾ പറഞ്ഞു എന്നാ ശരി വരാം. അവരവിടെ അത് നിർത്തി വെച്ചിട്ട് ഇങ്ങോട്ട് വന്നു. അത് അത്രയും സഹകരണമുണ്ട്. ഇപ്പം ഈ സാന്ദ്ര പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ സന്തോഷം. കാരണം പലപ്പോഴും നമ്മൾ ഈ പ്രൊമോഷൻ ഷൂട്ടിന് വേണ്ടി പോകുമ്പോഴൊക്കെ നമ്മൾ തന്നെ കാണാറുണ്ട് പല പ്രൊഡ്യൂസേഴ്സും ബുദ്ധിമുട്ടുന്നത് താരങ്ങളെ ഇപ്പൊ പല കാരണങ്ങൾ കൊണ്ടായിരിക്കുമല്ലോ, ഡേറ്റ് ക്ലാഷ് അങ്ങനെ. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം കേട്ടപ്പോൾ തന്നെ അല്ലേ വളരെ സന്തോഷം. അതുപോലെ തന്നെ സാന്ദ്ര ഞാൻ ചോദിക്കട്ടെ, ഒരു സിനിമയ്ക്ക് ഇപ്പൊ വിജയ ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ സാന്ദ്രയുടെ ഒരു ചിന്താഗതിയിൽ എന്തായിരിക്കും?
ചിരിക്കാനുണ്ടാവുക സിനിമയിൽ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇപ്പൊ എന്റെ സിനിമയിൽ ത്രൂ ഔട്ട് ചിരിയാണ് ആൾക്കാർ, അതാണ് അതിന്റെ ഒരു പ്ലസ് ആയിട്ട് കാണുന്നത്. അപ്പൊ ഏത് സിനിമയിലും നമ്മൾ എന്തിനാ തിയേറ്ററിൽ പോകുന്നത്, കുറച്ചു നേരം ഇരുന്ന് സന്തോഷിച്ചിരിക്കും. ഇപ്പൊ എന്റെ ലാസ്റ്റ് സിനിമ ഒരു ത്രില്ലർ പടമായിരുന്നു, ആൾക്കാർ ഫുൾ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരുന്ന് അങ്ങനെ കാണുന്ന, അതും ഇഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ പോലും എപ്പോഴും ഒരു സക്സസ് റേഷ്യോ കൂടുതലുള്ളത് ചിരിക്കാനുള്ള പടങ്ങൾക്ക്, ഹ്യൂമർ പടങ്ങൾക്ക്. കാര്യം ഫാമിലി ഓഡിയൻസ് അതിനാ. പിന്നെ എല്ലാവർക്കും കണക്ട് ആവുന്ന പോലത്തെ ഒരു സിനിമയാണോ എന്നുള്ളതാണ്. ഇപ്പൊ ലിറ്റിൽ ഹാർട്ട്സ് എന്ന് പറഞ്ഞ സിനിമ ഏതൊരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കും കണ്ടായിരുന്നോ? സിനിമ ഉണ്ടായിരുന്നില്ല, സിനിമ കണ്ടു. അതേപോലെ തന്നെ ഏതൊരു ഫാമിലിക്കും കണക്ട് ആവും. കാരണം നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം ഈ ഫാമിലി ഉണ്ട്. പറഞ്ഞ പോലെ തന്നെ ഏതൊരു ഏജിലുള്ള ആൾക്കാർക്കും ട്രെയിലർ വരുമ്പോഴേ നമുക്കത് ഊഹിക്കാവുന്നതാണ്. അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ്. അപ്പൊ കണക്ട് ആവുന്നുണ്ടോ ഇത്? നമ്മളല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ആരെങ്കിലും, നമുക്ക് അറിയാവുന്ന ആരെങ്കിലും ആയിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് ഒരു സിനിമയിൽ എനിക്ക് തോന്നുന്നു വിജയ ഘടകങ്ങളായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ആക്ടർക്ക് വലിയ റോളുണ്ട് ഇപ്പോഴത്തെ സിനിമകളില്. ഒരു ഓളം ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, തിയേറ്ററിൽ ഓളം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇപ്പം കംപ്ലീറ്റ്ലി തിയേറ്ററിക്കൽ ബിസിനസ്സാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പം തിയേറ്ററിൽ ഓളം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റ് വരിക. ഇപ്പം ഞാനൊക്കെ ഏറ്റവും കൂടുതൽ പുതിയ ആക്ടേഴ്സിനെ വെച്ച് സിനിമ ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഇപ്പൊ എനിക്ക് പേടിയാ ചെയ്യാൻ. ഇപ്പൊ ഇത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റിനെ വെച്ച് ചെയ്തിട്ട് പോലും നമുക്ക് വിൽക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അപ്പം അപ്പൊ ഒന്ന് പുതിയ ആൾക്കാരെ വെച്ച് ചെയ്യുമ്പോൾ ഉള്ള അവസ്ഥ ആലോചിച്ച് നോക്കും. നമ്മള് ലിറ്ററലി ബെഗ് ചെയ്യേണ്ട അവസ്ഥയിലാണ്. ഇത്രയും നാൾ ഇൻഡസ്ട്രിയിൽ നിന്നിട്ട് പോലും പിന്നെ ഞാനൊരു ഫീമെയിൽ പ്രൊഡ്യൂസർ ആയതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെതായ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് ഇവരുടെ അടുത്തൊക്കെ സംസാരിക്കുന്നതിനും പിച്ച് ചെയ്യുന്നതിനും ഒക്കെ. അവർക്കൊക്കെ എന്ന് വെച്ചാൽ ആണുങ്ങൾക്ക് കുറച്ചുകൂടി ഈസിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. കാര്യം ഈ പറയുന്ന എല്ലാ OTT സാറ്റലൈറ്റ് ഇതിലെല്ലാം ഇരിക്കുന്നതെല്ലാം ആണുങ്ങളായതുകൊണ്ട് തന്നെ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. എനിക്കൊരു പരിധി വിട്ട് ആരോടും സംസാരിക്കാൻ പറ്റില്ല.